ഈവനിംഗ് ഓൾ. അങ്ങനെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിന് നമ്മൾ ഇവിടെ തുടക്കം കുറിക്കുകയാണ്. പ്രേക്ഷകരെ, നമ്മൾ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 9ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 8 ആഴ്ചകളായിട്ട് കടുത്ത പോരാട്ടമാണ് നമ്മുടെ ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 12 മ്യൂസിക്കൽ വൈസ് ആണ് ഈ വേദിയിൽ ഇന്ന് ഇവിടെ മത്സരിക്കുന്നത്. 2 റൗണ്ടുകളായിട്ടായിരിക്കും മത്സരം. 1 ഓൾഡ് ഈസ് ഗോൾഡ്, 2 ജഡ്ജസ് ചോയ്സ്. മത്സരം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ സ്വന്തം ജഡ്ജസിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മധുമഞ്ജരി, ഒപ്പം ആശ ശരത്. ഓ സൈനബ, അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ, അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? സൈനബ സൈനബ സൈനബ. ആഹാ, ഇതേതേ ചെറുക്കൻ? എന്താ ഇത് സൈന ബാന്ന് വിളിച്ചു ആണോ? സൈൻ ബാ. എന്തുണ്ട് വിശേഷം? നൈസ് ടു മീറ്റ് യു. സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് മൂന്നായിരിക്കും സുഖല്ലേ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങൾ 3 പേര് വന്നിട്ടും എന്റെ എക്സൈറ്റ്മെന്റ് കുറയുന്നില്ല. അതിനു മുമ്പ് നിങ്ങൾ 3 പേരെയും ഒരുപാട് സ്നേഹത്തോടെ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ എക്സൈറ്റ്മെന്റ് കുറഞ്ഞിട്ടില്ല. അതിനൊരു റീസൺ ഉണ്ട്. വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച മനോജ് ചേട്ടൻ ഉണ്ടായിരുന്നു, രാശിയും കൊണ്ടുവന്നു. ഈ പ്രാവശ്യം നമ്മുടെ മത്സരാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരു ഭാഗ്യം നൽകാനായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് വരുന്നത്. ആളൊരു നടിയാണ്, ഗായികയാണ്, ഡബിംഗ് ആർട്ടിസ്റ്റ് ആണ്. ആരാണെന്ന് പറയട്ടെ? മലയാള സിനിമയുടെ ഭാഗ്യ ദേവത, ദ വൺ ആൻഡ് ഓൺലി കനിഹ. കൂടെ പാടിപ്പോകുമേടി ചാടും മാനേ മാനേ തുള്ളിച്ചാടാതെ നിന്റെ കൂടെ ഞാനും തുള്ളിപ്പോകും. മേഘമേ 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 കാർമേഘമേ, നീ ചിന്നി ചിന്നി പെയ്യാതെ നിൻ മോഹം തൂവാതെ Hi Kaniha. Hi. How are you? I'm fine. അപ്പൊ ഒരുപാട് സ്നേഹത്തോടെ ഞങ്ങൾ എല്ലാവരും കനിയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Thank you. Welcome. Thank you so much. Because in this show is very special. ഇതില് contest பண்றது எல்லாருமே வந்து housewives, homemakers and வேற வேற fieldsல achievers. So and the purpose is very close to my heart. So thank you എന്നെ ഇൻവൈറ്റ് ചെയ്തതിന്. Thank you so much. കനിക പറഞ്ഞ 12 മ്യൂസിക്കൽ വോയിസും നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ അവർക്ക് ഒരു ഓൾ ദി ബെസ്റ്റ് ഒക്കെ നമുക്ക് കൊടുത്ത് തുടങ്ങാം അല്ലേ? നമുക്ക് ഒരുമിച്ച് ഓൾ ദി ബെസ്റ്റ്. തീർച്ചയായിട്ടും.
അപ്പൊ എന്തായാലും 4 പേരെയും ഞാൻ ആ സീറ്റിലേക്ക് വിടുകയാണ്. അപ്പൊ നമുക്ക് നമ്മുടെ മത്സരം എത്രയും പെട്ടെന്ന് തുടങ്ങാം. അപ്പൊ എന്തായാലും കളർഫുൾ പെർഫോമൻസിനായിട്ട് നമ്മുടെ പ്രേക്ഷകർ എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമുക്ക് ഇന്നത്തെ നമ്മുടെ മത്സരം ആരംഭിക്കാം. അപ്പൊ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് നമ്മുടെ ആദ്യത്തെ മത്സരത്തിൽ പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം ആതിര വിജിത്ത്. ഭയങ്കര ഗൗരവത്തിലാണോ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ? ഇല്ല, കൂളല്ലേ? നമുക്ക് ഗോൾഡൻ ചെയർ അടിക്കണം, അങ്ങനെ ചിരിച്ചിരിക്കണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് ആതിര. ഓൾ ദി ബെസ്റ്റ്. Very good, very good, very good. Whoa, musical vibe. Mega finally. അതിര ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് ഇപ്പൊ പെർഫോം ചെയ്തത്. കോസ്റ്റ്യൂം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നെങ്കിലും പെർഫോമൻസ് കളറായി അല്ലേ? അതെ. അപ്പൊ എന്തായാലും നന്നായി പാട്ട് പാടി എന്നാണ് എന്റെ വിശ്വാസം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ മധുചേട്ടനിൽ നിന്ന് തുടങ്ങാം. മധുചേട്ടാ, ആതിര
പാട്ട് വളരെ നന്നായിരുന്നു, അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഉഗ്രനായിട്ട് പാടി. നല്ല സെലക്ഷൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് തുടക്കം ഏഴിലം പാലപൂത്തിൻ്റെ ആ സംഗതി ഏലേലം പാടി വരും, അതിൻ്റെ കുറച്ചൊന്ന് ലൈറ്റ് ആക്കണം തോന്നുന്നു. ആ സംഗതി മൈന്യൂട്ടായിട്ടുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ, അധികം പേടിക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു സർ. അപ്പോൾ എന്തായാലും കൊള്ളാം, നന്നായി, നല്ല സെലക്ഷൻ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു മച്ചാ. ആതിര ചേച്ചി കുട്ടിക്ക് ഒന്നുമില്ലേ കുട്ടിക്ക്? നന്നായി പാടിയിരുന്നു. താങ്ക് യു ചേച്ചി. കാണാൻ കൊതിച്ച നേരം അതൊന്ന് പാടോ? കാണാൻ കൊതിച്ച നേരം. ഇതുണ്ടോ, ഈ സംഗതി ഭയങ്കര കൂടുതലാണ്. അപ്പം അതൊന്ന് ഇപ്പം മധുചേട്ടൻ പറഞ്ഞ പോലെ അത് സോഫ്റ്റ് ആക്കുക. അതിൻ്റെ കൂട്ടത്തിൽ അതിൻ്റെ അളവ് ഇത്രയും ഇല്ല. അതിലേക്ക് ഒരു എക്സ്ട്രാ ഒരു വൈബ്രേഷൻ, ഒരു ഗമകം കയറി വരുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ശരി. ഇനി നമുക്ക് എന്തായാലും ആശയിച്ചോട് ചോദിക്കാം. ആശയിച്ചി. ആതിരക്കുട്ടി ചേച്ചി നല്ല രസമായിട്ടുണ്ട്. കറക്റ്റ് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പോലെ പഴയ കാലത്തെ ഒരു സ്റ്റൈലും എന്നാൽ അത് കുറച്ച് മോഡേണും കൂടെ ആക്കിയിട്ട് ഒരു കോമ്പിനേഷനൊക്കെ ആക്കിയിട്ട് നല്ല രസമുണ്ടായിരുന്നു. നല്ല ചിരിച്ച് നല്ല ചക്കരയായിട്ട് പാടി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ചക്കര. താങ്ക് യു. താങ്ക് യു ആശയിച്ചി. കനിക. ஹாய் ஆதிரா. ചേച്ചി தமிழ்ல ஒரு சேயிங் உண்டு, ஆள் பாதி ஆடை பாதி. ஸோ இங்கே ടാലന്റ് പാതി ആടൈ പാതി. ഭയങ്കര ഭംഗിയായി തോന്നുന്നു. വളരെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു ശബ്ദം. ആൻഡ് ഐ ലവ് ദ ടോൺ ഓഫ് യുവർ വോയിസ്. ഹസ്കി ആയിട്ട് അത് കാണാൻ കൊതിച്ചപ്പോൾ ഫസ്റ്റ് പാടിയപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ദാറ്റ് പ്ലേസ്. ഇറ്റ് വാസ് റിയലി നൈസ്, ദ ഹസ്കിനെസ് ഇൻ യുവർ വോയിസ്. ആൻഡ് ടോട്ടലി ഇറ്റ് വാസ് സോ എൻജോയബിൾ. വളരെ പ്ലസന്റ് ആയിട്ട് മെലോഡിയസ് ആയിട്ട് തോന്നി. ഓൾ ദി ബെസ്റ്റ് ആതിര. താങ്ക് യു. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് ആതിരയുടെ റിസൾട്ട് ആണ്. ആതിര, നമ്മളിപ്പോൾ 9ാം വീക്കിലോട്ട് എത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ 8 വീക്കും നമ്മൾ സേഫ് ആയിട്ടൊക്കെ എത്തി അല്ലെ? എലിമിനേഷനിൽ ഒരു പ്രാവശ്യം വന്നു. ഇനി നമുക്ക് ആ വഴിക്ക് പോകണ്ടല്ലോ. ഈ പ്രാവശ്യം നന്നായി പാടി, നല്ല കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സേഫ് ആയിരിക്കുമോ? സേഫ് ആയിരിക്കും. ധൈര്യത്തോടെ പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു നോക്കിയേ. കാരണം മലയാള സിനിമയുടെ ഭാഗ്യ ദേവതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ ഭാഗ്യമാണ്, ഇന്നത്തെ എപ്പിസോഡിന്റെ ഭാഗ്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം ആതിരയുടെ പെർഫോമൻസിനെ തുണച്ചു കാണുമോ? ആതിര, അപ്പൊ അതിലേക്ക് ഉറപ്പായിട്ടും കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റുമോ ഞാൻ സേഫ് ആയിരിക്കും? ഞാൻ സേഫ് ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. പ്രേക്ഷകരെ നോക്കി ഒന്ന് പറയാൻ പറ്റുമോ? സേഫ് ആയിരിക്കും. സേഫ് ആണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ആതിര എന്തായാലും 9ാം വീക്കിൽ എത്തിയിരിക്കുകയാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ. ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞിരിക്കുന്നു. ഓൾഡ് ഈസ് ഗോൾഡ് ആണ് കഴിഞ്ഞിട്ടുള്ളത്. ഇനിയൊരു റൗണ്ട് കൂടി ഉണ്ട് അല്ലേ? അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ജഡ്ജസ്, നമ്മൾ നേരത്തെ ജഡ്ജസ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ട് നമ്മൾ ഈ ഒരാഴ്ച പരിചയപ്പെടുത്തുകയാണെന്നൊക്കെ നേരത്തെ പറഞ്ഞു. പക്ഷെ പലർക്കും ഒരു ക്ലാരിഫിക്കേഷന്റെ ഒരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ ആ ഒരു ഡൗട്ടൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് ആ റൗണ്ടിലേക്കുള്ള ആദ്യത്തെ മത്സരത്തിൽ അയ്യോ അങ്ങനെ പറയല്ലേ. എന്താ ആദ്യത്തെ ആ കുട്ടിയെ വിളിക്കൂ. ടെൻഷൻ ആയിരിക്കുമല്ലോ. അതെ, അപ്പൊ നിങ്ങൾ എന്തായാലും അവർക്ക് ഒരു ചോയ്സ് കൊടുക്കാൻ ജഡ്ജസ് റെഡിയാണല്ലോ? റെഡി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ആതിര വിജയൻ. നല്ല സുന്ദരിയുണ്ടല്ലോ. ഭയങ്കര പാവത്തായിട്ടാണ് വന്നിരിക്കുന്നത്. എന്താ? ഇരയാണ്. ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. ജഡ്ജസ് ചോയ്സ് റൗണ്ട് എന്ന് പറയുന്നത് ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഒരു ഐഡിയ ഇല്ല. അത് പറഞ്ഞുതരാം. അപ്പൊ എന്തായാലും നമുക്ക് ഈ റൗണ്ടിലൂടെ അറിയാം എന്തായാലും ജഡ്ജസിന് ഇരയാകുമോ അതോ ജഡ്ജസിന് നമുക്കൊരു തുണയാകുമോ. ഓക്കെ, നമുക്ക് എന്നാ തുടങ്ങിയാലോ? എന്തായാലും ആതിര ഭാഗ്യദേവതയെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തുടങ്ങണം. ഇത് ഭാഗ്യ പരീക്ഷണമാണ്. ഭാഗ്യദേവത ഇരിക്കുന്നുണ്ട്. എന്നാ പിന്നെ നമ്മുടെ മാജിക്കൽ ബോക്സ് വരട്ടെ. അപ്പൊ ആതിര 5 ബോക്സ് കണ്ടല്ലോ. ഇതിലൊരു ബോക്സ് നമ്മുടെ ജഡ്ജസ് സെലക്ട് ചെയ്യും. അപ്പൊ ആ ബോക്സിൽ എന്താണോ അത് ആതിര പെർഫോം ചെയ്യണം. ചിലപ്പോ ടാസ്ക് ആയിരിക്കാം, ചിലപ്പോ പറയാൻ പറ്റില്ല. ഫുൾ സർപ്രൈസുകളാണ്. ഓക്കെ, റെഡി ആണല്ലോ? അപ്പോ മത്സേട്ടാ ഒരു ബോക്സ് സെലക്ട് ചെയ്തോളൂ. ആതിരക്ക് എന്തെങ്കിലും താല്പര്യം തോന്നുന്നുണ്ടോ? നമ്പർ കണ്ടിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. ഏത് നമ്പർ ആയാലും ഞാൻ തന്നെ പറയാം. ഓ ആയിക്കോട്ടെ. അക്കടം പക്കടം ശൂര ശൂരം നമ്പർ 2. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 2. പൂ പറിക്കാൻ പോരുമോ?
ഇവിടെ വിഷ്ണു എന്ന ചേട്ടൻ ഗാനമാണ് music ചെയ്തത്, അല്ലേ? നമ്മുടെ മധുചേട്ടൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ പാട്ട് പാടാൻ റെഡിയാണോ? റെഡിയാണ്. ഓക്കെ, അപ്പൊ ജഡ്ജസ് All the best. All the best. All the best. कमल सेंड नासी में विमल सेंड बदरी में निमग यार बेकम्मा कमल सेंड नासी में बदरी में निमग यार बेकम्मा कमल सेंड नासी में विमल सेंड बदरी में very good super dancers kalaki wow musical vibe എന്തായാലും ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് ഇപ്പോൾ അതിന്റെ പെർഫോം ചെയ്തത്. എങ്ങനെ നന്നായി പാടാൻ പറ്റിയോ? എനിക്ക് വോയിസിന് ഒരു ചെറിയ സ്ട്രെയിൻ തോന്നിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതിലിപ്പം കുറേ ചോയ്സസിലാണ് മോള് പഠിച്ചിട്ട് വന്നത്. എങ്ങനെയാ അത്രയും പാട്ടുകൾ പഠിച്ചോ?
ഇത്രയും പാട്ടുകൾ പഠിച്ച് ബൈ ഹാർട്ട് ആയിട്ടാണ് വന്നത്. അതിൽ നമ്മൾ ഏതാണോ ചൂസ് ചെയ്യുന്നത് അത് പാടുക. അത് ഭയങ്കര ഒരു ടാസ്ക് അല്ലേ ശരിക്കും? ഒരു പാട്ട് മധു ചൂസ് ചെയ്തു, അത് മോള് വളരെ ഈസി ആയിട്ട് പാടിയ പോലെയാണ് എനിക്ക് തോന്നിയത്. കോൺഫിഡൻസ് ഈക്വൽ ആതിരാന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ യു പ്രൂവ്ഡ് വൺ മോർ ടൈം. ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിട്ട് പാടി മോളെ. ഇത് പല്ലവി നന്നായിട്ട് പോയി. പാട്ട് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. വോയിസിന് സ്ട്രെയിൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. ആ സ്ട്രെയിൻ കാരണം കൊണ്ട് തന്നെ പല സ്ഥലത്തും ഹൈ പിച്ച് നോട്ട് കറക്റ്റായിട്ട് എത്തുന്നുണ്ടായിരുന്നില്ല. ഇത് ഈ ശ്രുതി പ്രശ്നം കുറച്ചുണ്ടായിരുന്നു. അനുപല്ലവിയിലാണ് കൂടുതലും അത് ഓഡിബിളായിട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മധു ചേട്ടാ. കനിക പറഞ്ഞ പോലെ ആ ടെൻഷൻ ഒന്നും കാണാൻ തോന്നിയിട്ടേ ഇല്ല. യു ലുക്ക് വെരി കോൺഫിഡൻറ്റ്. ഞങ്ങളാണ് ടെൻഷൻ, ഏത് നമ്പർ വരും, ഏത് പാട്ട് വരും എന്ന്. പക്ഷേ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹോൾസം എന്റർടൈൻമെന്റ് ആയി തോന്നി. ആൻഡ് യു ആർ എ ട്രൂ പെർഫോമർ, നല്ലൊരു എന്റർടൈനർ. ഓൾ ദി ബെസ്റ്റ്. അസലായിട്ട് പാടി. നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. അതിനിടെ യൂഷ്വലി വോയിസ് നല്ല ബോൾഡാണ്, അത് ഫീൽ ചെയ്യായിരുന്നു. പിന്നെ ഈ സ്ട്രെയിൻ ഉള്ളതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ അവിടെ ഇവിടെയൊക്കെ വന്നു എന്നുള്ളതാണ്. മധുചേട്ടൻ പറഞ്ഞ പോലെ അനുപല്ലവിയിലാണ് കുറച്ച് കൂടുതൽ പ്രശ്നങ്ങൾ തോന്നിയത്. ചില ഭാഗങ്ങളൊക്കെ അത് എത്താണ്ടുള്ളൊരു ഒരു ഫീലിംഗ്. അതേപോലെ ചരണത്തിൽ കൂടുതലും ശ്രുതിയായിരുന്നു. ശ്രുതി ഇങ്ങനെ ഒന്ന് അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതല്ലാതെ അതിൻ്റെ ഒരു ഫീൽ, അതിൻ്റെ ഒരു അടിച്ചുപൊളി ഫീല് അതിനെ ഉൾക്കൊണ്ട് തന്നെ ചെയ്തു. ഗോഡ് ബ്ലെസ്. താങ്ക് യു മഞ്ജരി. അതിരാ, അങ്ങനെ നമ്മുടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ജഡ്ജ്മെന്റ് കേട്ടിട്ട് എന്ത് തോന്നുന്നു? ജഡ്ജ്മെന്റ് കേട്ടിട്ട് ഒന്നും പറയാൻ പറ്റാത്ത. ജഡ്ജ്മെന്റ് കേട്ടിട്ട് എനിക്കും പ്രേക്ഷകർക്കും കുറച്ച് ഡൗട്ടുണ്ട്. അപ്പോൾ ടൈറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രശ്നങ്ങൾ വരാം. എന്തായാലും കഴിഞ്ഞ വീക്ക് ഗോൾഡൻ ബസർ നേടിയ ആളാണ്, പക്ഷേ നമുക്ക് ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം ഗോൾഡൻ ബസർ നേടാൻ പറ്റിയില്ല. പക്ഷേ അതിര സേഫും ആയില്ല. ഐ എം സോറി, യു ആർ ഇൻ ഡേഞ്ചർ സോൺ. പക്ഷെ പേടിക്കണ്ട, നമ്മൾ തിരിച്ചു വരും. അങ്ങനെ തിരിച്ചു വന്ന ചരിത്രമുള്ള വേദിയാണത്, അല്ല അതിര? നമുക്ക് ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് പാടാൻ പറ്റുന്ന നല്ലൊരു പാട്ട് സെലക്ട് ചെയ്യുക, ഇവിടെ വന്ന് പാടുക, ഇത് അവിടെ സേഫ് ആയിട്ട് എത്തുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സുന്ദരി. ഡോണ്ട് വറി. അല്ല മഞ്ജരി, നമ്മൾ നേരത്തെ സംസാരത്തിനിടയിൽ നമ്മൾ കനിഹയാണ് ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിലെ ഗസ്റ്റ്. കനിഹയ്ക്ക് ഞാനൊരു ഗിഫ്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഗിഫ്റ്റ് നമ്മൾ ഇപ്പൊ പുറത്തെടുക്കാൻ പോവാ. ഇപ്പോഴെടുക്കണോ? കുറച്ചെടുക്കാം. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് നമ്മുടെ മത്സരം തുടരാം. അടുത്ത മത്സരത്തെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ലെറ്റ്സ് വെൽക്കം കീർത്തന. ഓൾഡ് ഈസ് ഗോൾഡ് ആണോ? അതെ. ഏത് പാട്ടാണ് കീർത്തന? ഞാൻ ഈ കൈകളിൽ വീണാടുവാൻ. ഏത് കൈകൾ? ആ കൈകൾ അവിടെ. ആ കൈകളൊന്ന് പൊക്കി കാണിച്ചേ. അപ്പൊ എന്തായാലും 2 കൈകൾ അവിടെ ഉണ്ട്. പാട്ട് ഈ കൈകളിൽ, മാർക്കത് ഈ കൈകളിൽ, പാട്ട് ആ കൈകളിലും ആ തൊണ്ടയിലും, പിന്നെ വിധി ആ കൈകളിൽ. കീർത്തന, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പോവായോ? ഞാൻ പോവാ.
Very nice, very nice. Musical vibe. Mega final. കീർത്തന, ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടിയോ? നന്നായി പാടി. അപ്പൊ എന്തായാലും നന്നായി പാടി എന്നാണ് പറയുന്നത്. മഞ്ജരി, നന്നായി പാടിയോ? ഇല്ല. അസലായി പാടി. അസാധ്യം എന്ന് വെച്ചാല് വളരെ കോൺഫിഡന്റ് ആയിട്ട് വന്നിട്ട് പൊളിച്ചു. ശരിക്കും മനസ്സറിഞ്ഞ് പറയാണ്, വലിയൊരു ഭാവിയുണ്ട് കീർത്തനയ്ക്ക്. നല്ലൊരു വോയിസ് ആണ്. ആ വോയിസ് ടെക്സ്ചർ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വോയിസ് ആണ് കീർത്തനയുടെ. എല്ലാവർക്കും ഒന്നും ഈ ഒരു വോയിസ് ഇല്ല. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ഉഗ്രം പാട്ട് സലിൽദയുടെ. എനിക്ക് തോന്നിയത് കുറച്ച് തുടക്കത്തിൽ നിന്ന് ആ ഹമ്മിങ് കുറച്ച് പിച്ച് ഒന്ന് ഷാർപ്പായി പോയോ, ചില സ്ഥലത്തൊക്കെ ഫ്ലാറ്റായി പോകുന്നു. ശ്രുതി മാത്രമാണ് എനിക്ക് ഇന്ന് ഇത്തിരി പ്രശ്നമായിട്ട് തോന്നിയത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇതിൽ കുറച്ച് പാട്ടുകളുണ്ട്, അത് വേണമെങ്കിൽ ഈ രാഗത്തിലല്ല ഏകദേശം ഈ റൂട്ട് സിനിമയിലോ എനിക്ക് വേണ്ടി മതിച്ചേട്ടന് പാടാനുള്ള ഒരു അവസരം വന്നിട്ടില്ല. ഈ ഒരു വേദിയിലൂടെ ആ ഒരു വലിയ സ്വപ്നം നമ്മൾ നടത്തിയെടുക്കുകയാണ്. മതിച്ചേട്ടാ, എനിക്ക് വേണ്ടി ഒരു പാട്ടിന് വേണ്ടി. ഒരു ഡബിൾ ശബ്ദം ഉണ്ടായ കുഴപ്പമുണ്ടോ? അതെന്താ? ഫീമെയിൽ വോയിസ് ആവാം. രണ്ടുപേരും കൂടി ഒരുമിച്ച് അഭിനയിക്കണം. അങ്ങനെ അഭിനയിക്കണോ? ഓക്കെ, പാടിക്കോളൂ, അഭിനയൊക്കെ വന്നോളൂ. ഇത് വരും ആ ഡിഡിക്ക് പറ്റുമോ? ഭയങ്കര രസമുണ്ടായിരുന്നു. കാണാനും നല്ല ചുന്ദരി കുട്ടിയായിട്ടുണ്ടായിരുന്നു. പാട്ട് അതിലും മിടുക്കിയായിട്ട് പാടി. സൂപ്പറായിരുന്നു. കീപ് ഗോയിങ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. കനിഹ, വളരെ വളരെ കൂൾ, കമ്പോസ്ഡ് ആൻഡ് വെരി കാം ആണ് ഒരു പെർഫോമൻസ്. உங்கள் வாய்ஸுக்கு சேர்ந்த ஒரு சாங் ஆയിരുന്നു. நிறைய ஹை பிச் போடும்போதும் அந்த ஸ்ட்ரெயின் ஒன்றும் ஃபேஸ்லேயும் தெரியல, வாய்ஸ்லேயும் எனக்கு தெரியல. ஸோ ஐ ரியலி என்ஜாய்ட் யுவர் பெர்ஃபார்மன்ஸ். வெரி வெரி கூல் பெர்ஃபார்மൻസ്. നൈസ്. താങ്ക് യു കനിഹ. ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. 4 പേര് നല്ല കമന്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രശ്നങ്ങൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അല്ലേ? അതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നും ആവില്ലായിരിക്കും. സേഫ് ആയിരിക്കൂലേ? എന്താ ധൈര്യത്തോടെ എന്താ പറയാൻ പറ്റാത്ത? പരിങ്ങലുണ്ടല്ലോ. ആയിരിക്കും. ഉറപ്പാണോ? എന്നാ ധൈര്യത്തോടെ പറഞ്ഞോളൂ, പ്രേക്ഷകരോട് പറഞ്ഞോളൂ. ഞാൻ ഈ റൗണ്ടിൽ സേഫ് ആയിരിക്കും. അല്ല, അങ്ങനെ അങ്ങ് പറഞ്ഞാലോ? പിന്നെ ഡെയിന് ഇവിടെ അഭിനയിക്കാൻ ആരവസരം കൊടുക്കുന്ന? അല്ല, നമ്മളങ്ങനെ പറയുമ്പോ അപ്പൊ തന്നെ പറയാ ഇതൊരു മത്സരം അഭിനയിക്കുകയാണെന്ന് വരെ ആൾക്കാർ പറഞ്ഞു തുടങ്ങി. കുറച്ച് നാച്ചുറൽ ആവണം. കീർത്തന, അപ്പൊ എന്തായാലും 4 ജഡ്ജസ് നല്ല കമന്റ്സ് പറഞ്ഞു. അപ്പൊ ഞാൻ ധൈര്യമായിട്ട് പറയാൻ പറഞ്ഞു, എടുത്തു ചാടി പറയുകയും ചെയ്തു. അപ്പൊ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന പെർഫോമൻസ് ആണ് ഇപ്പൊ കഴിഞ്ഞത്. അതിൽ നന്നായി പെർഫോം ചെയ്തു എന്ന് സ്വയം വിശ്വസിക്കുന്നു. പ്രേക്ഷകർക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവുമായിരിക്കും അല്ലേ? റിസൾട്ട് പറയട്ടെ. സേഫ് ആയിരിക്കോ അമിത്തെ? ഉറപ്പല്ലേ? ഉറപ്പാണോ അമിത്തെ? ഉറപ്പാണ്. ഭർത്താവിന് ഉറപ്പുണ്ടെങ്കിൽ പിന്നെന്താ നമുക്കെന്തര്? കീർത്തന, എനിക്ക് ഉറപ്പാണ്. യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻ. അപ്പൊ എന്തായാലും കീർത്തന ഈ ഒരു റൗണ്ടും താണ്ടി നമ്മൾ അടുത്ത റൗണ്ടിലോട്ട് എത്തിയിരിക്കുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡ് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് മുമ്പിലുള്ളത് ഏതാണ്? ജഡ്ജസ് ചോയ്സ്. അപ്പൊ നന്നായി പ്രാക്ടീസ് ചെയ്യുക, അടിച്ചു പൊളിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഇപ്പോൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു വീക്കിലാണ് നമ്മൾ ഈ ഒരു റൗണ്ട് ആൾക്കാർക്ക് പ്രസന്റ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പാട്ടുകളിൽ ഏതെങ്കിലും പാട്ട് മുൻപ് കേട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ പഴയ പാട്ട് ഇപ്പോൾ ആസ്വദിക്കുന്ന ആളാണോ? ഓൾഡ് സോങ്സ് എല്ലാം തമിഴിലാണ് കൂടുതൽ ഞാൻ കേട്ടത്. അപ്പടിനാ നമുക്കൊരു ഓൾഡ് സോങ് കേൾക്കലാമേ? കേക്കലാമേ. ആ കനിക പാടി കേക്കലാമേ. ഓക്കെ, നമുക്ക് വേണ്ടി തമിഴിലെ ഒരു പഴയ പാട്ട് രണ്ടുപേരും. ഓക്കെ.
சிப்பி இருக்குது முத்தும் இருக்குது திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி சிந்தை இருக்குது சந்தம் இருக்குது கவிதை பாட நேரம் இல்லடி ராஜாத்தி சிப்பி இருக்குது முத்தும் இருக்குது திறந்து பார்க்க நேரம் இல்லடி ராஜாத்தி சிந்தை இருக்குது சந்தம் இருக்குது கவிதை பாட நேரம் இல்லடி ராஜாத்தி சந்தங்கள் நீயானால் சங்கீதம் நானாவேன் சந்தங்கள் நீயானால் சங்கீதம் நானாவேன். ആഹാ ആഹാ വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ പിടിച്ച പാട്ടിത്. അപ്പോ നിങ്ങൾ എല്ലാവരും നല്ല ഉഷാറാണല്ലോ. യെസ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അടുത്ത റൗണ്ട് ആയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ കാണിക്കുന്നത് ജഡ്ജസ് ചോയ്സ് ആണ്. കാരണം നമ്മുടെ ജഡ്ജസ് നല്ല ഉഷാറായിട്ട് ഇരിക്കുവാണ്. അപ്പോ നമ്മുടെ ജഡ്ജസിന് വേണ്ടി ഒരു ചോയ്സ്. ഓക്കെ. അപ്പൊ എത്രയും പെട്ടെന്ന് ആ റൗണ്ടിൽ പെർഫോം ചെയ്യാനുള്ള മത്സരാർത്ഥിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം ശ്രീഷ്മ. Musical vibe. Hey, mega finally. Musical vibe. ശ്രീഷ്മ എന്തോ ഗോൾഡൻ ചെയർ നേടിയിരിക്കുവാണ്. അപ്പൊ ഈ ഒരു വീക്ക് നമുക്ക് സേഫ് ആണ്. പക്ഷെ നമ്മുടെ പെർഫോമൻസിൽ നമ്മൾ ബെസ്റ്റ് കൊടുക്കും. അത്രേ ഉള്ളൂ അല്ലേ? അപ്പൊ റെഡി അല്ലേ? നോക്കാം. റെഡി അല്ലേ? റെഡി. ബോക്സ് വെത്തട്ടെ. ബോക്സ് വരട്ടെ. 5 ബോക്സുകളുണ്ട്. അപ്പൊ എന്തായാലും മഞ്ജരിയാണ് ബോക്സ് സെലക്ട് ചെയ്യാൻ പോകുന്നത്. മഞ്ജരി. അപ്പോ 1 2 3 4 5 5 4 2 3 1 എന്നാ 3 ഓർക്കാം. 3. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 3. ഇത് വല്ലാത്ത പണി. ഞാൻ ഒരു വല്ലാത്ത പണി എന്താണെന്ന് അറിയണ്ടേ? അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് ചോദിക്കാം. എന്താണ് ഈ വല്ലാത്ത പണി? നിങ്ങളുടെ മ്യൂസിക്കൽ വൈഫ് സുഹൃത്തുക്കളിൽ ആരൊക്കെയാണ്? അതായത് ബാക്കി 11 മത്സരാർത്ഥികളുണ്ടല്ലോ. ഈ ഓരോരോ വാക്കുകൾക്ക് യോജിച്ച ഒരാളെ സെലക്ട് ചെയ്യുക. ശ്രീഷ്മ നേരെ നോക്കിക്കോളൂ. ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പരോപകാരി ആരാണ്? അതായത് എല്ലാവർക്കും സഹായം ചെയ്യുക, എപ്പോഴും ഹെൽപ്പ് ചെയ്യുക, ഭയങ്കര ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ള ആള്. വഴി മാറുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓടി അപ്പുറത്തേക്ക് മാറി നിൽക്കുക, എന്നിട്ട് ഫുൾ ആയിട്ട് എടുത്തോളൂ എന്ന് പറയൂ. അത്ര മനസ്സിലാ, അത്ര സഹായം ചെയ്യുന്ന ആളില്ല. ശ്രുതി ചേച്ചി ആണോ? ശ്രുതി എസ് ബാബു ആണ് ബാക്കിയുള്ളവർക്ക് വേണ്ടി എന്തും സഹായങ്ങളൊക്കെ ചെയ്യാൻ തയ്യാറായിട്ടുള്ള കൂട്ടത്തിൽ. മൂക്കില്ല രാജ്യത്ത് മുറുമുക്കൻ രാജാവ് എന്ന് പറഞ്ഞ പോലെ അല്ലെ? ശരി, അടുത്ത തലക്കെട്ട് വായാടി. പ്രേക്ഷകരെ നോക്കി പറയൂ, ജഡ്ജസിന് നോക്കി പറയൂ. ശ്രീകുട്ടി ശ്രീനാഥ്. വായാടി. ഓഹോ, ഞാൻ വിചാരിച്ചു ജോയ്സ് ആയിരിക്കും. നമ്മളറിയാത്ത പല സത്യങ്ങളും നമുക്ക് ഈ ഒരു ടാസ്കിലൂടെ അറിയാം. ശരി, ഇനി മടിച്ചി. ഞാൻ തന്നെ. എനിക്കൊരു മത്സരം തോന്നിയിട്ടില്ല. ഫ്രണ്ട്സിന്റെ ഇടയില് മ്യൂസിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കണ്ട. അല്ല, ഈ ക്യാമറയൊക്കെ കൂട്ടത്തില് കുട്ടിയാണ് ആള്, കുറച്ച് മടിയുണ്ട്. ശരി, അങ്ങനെ ഒരാളുണ്ട്. ഇനി 4 സ്വപ്നജീവി. എപ്പോഴും സ്വപ്നത്തിൽ ജീവിക്കുന്ന ആ ഒരു മത്സരം. ആതിര വിജയൻ. ഇനി ബ്യൂട്ടി കോൺഷ്യസ്. ജോയ്സിനാണ് അങ്ങനെ ഏറ്റവും കൂടുതൽ. ശരി, എന്തായാലും വല്ലാത്തൊരു പണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ പണി കിട്ടിയത് ശ്രീഷ്മയ്ക്കല്ല, ബാക്കിയുള്ളവർക്കാണ്. ശ്രീഷ്മയ്ക്ക് നമുക്കൊരു പണി കൊടുക്കണ്ടേ? വേണം. നമുക്ക് വേറൊരു ബോക്സ് തുറന്നാൽ. വേറൊരു ബോക്സ് തുറക്കാം. 5. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 5. ആഹാ, അനന്തഭദ്രത്തിൽ. അപ്പൊ എന്തായാലും ഒരു പാട്ടാണ്. ഏതാണ് പാട്ട്? മിന്നായി മിന്നും കാറ്റ്. ഓക്കെ. അപ്പൊ പാട്ടറിയോ? പാടിയിട്ടുണ്ടോ? പാടിയിട്ടില്ല. പഠിച്ചിട്ടുണ്ട്. റെഡിയാണ്. ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നന്നായി പാടിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. ഗോൾഡൻ ചെയർ. ഓൾ ദി ബെസ്റ്റ്. ശ്രുതി മീട്ടും പാലക്കൊമ്പി
കാറ്റി മിഴി നാളും നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നുവോ മീനുങ്ങുന്നുവോ മിന്നൽ മീനുങ്ങുന്നുവോ മിടിക്കുന്നുവോ നെഞ്ചും തുടിക്കുന്നുവോ ഡാൻസേഴ്സ് കലക്കി. Musical vibe. Mega finale. ഭീഷ്മ, എന്തോ അങ്ങനെതാ ജഡ്ജസ് ചോയ്സ് റൗണ്ടിലെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമുണ്ടായില്ല, ബ്രീത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് കാര്യമായിട്ട് നമ്മുടെ പാട്ടിന് ബാധിച്ചതാണോ? നമുക്ക് നോക്കാം. മരിച്ചേട്ടാ, മുഖത്ത് ടെൻഷൻ ഒക്കെ കാണുന്നുണ്ട്. ടെൻഷൻ എന്തിനാ ശ്രീഷ്മ ടെൻഷൻ? ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വന്നു എന്നാണ് പറയുന്നത്. അതുണ്ട്. നല്ല സെലക്ഷൻ, നന്നായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ഇപ്പൊ പറഞ്ഞ പ്രശ്നം തന്നെയാണ് മെയിൻ. എന്ത്? അതെ, ബ്രത്ത് പ്രോബ്ലം ആണ് ഉണ്ടായത്. ഓക്കെ, അപ്പൊ എന്തായാലും ശ്രീഷ്മ അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു മരിച്ചേട്ടാ. മഞ്ജരി, ശ്രീഷ്മ എന്തോ ശ്വാസമാണ് ഇന്നത്തെ വില്ലൻ. ശ്വാസത്തിൻ താളം ശ്രീഷ്മയറിയുമോ? അറിയോ? പക്ഷെ ജഡ്ജസ് അറിഞ്ഞു, ഞങ്ങൾ അറിഞ്ഞു. ഓക്കെ, അല്ലാതെ ഈ ഒരു പാട്ട് ശ്രീഷ്മ അസലായിട്ട് പാടി, ബ്യൂട്ടിഫുൾ ആയിരുന്നു. നല്ലൊരു കൈയടി തരാം, നന്നായിരുന്നു. എം.ജി. രാധാകൃഷ്ണൻ സാറുടെ ഇത്തരത്തിലുള്ള കോമ്പോസിഷൻസിനോട് എനിക്കൊരു വല്ലാത്തൊരു അടുപ്പമുണ്ട്. അപ്പം അത് അദ്ദേഹത്തിൻ്റെ ഒരു കോമ്പോസിഷൻ എനിക്ക് പാടാൻ പറ്റിയിട്ടുണ്ട്. അതൊരു സീരിയലിലൊരു പാട്ടായിരുന്നു. അപ്പം സാറിന്, രാധാകൃഷ്ണൻ സാറിന് ഓർത്തുകൊണ്ട് ഞാൻ ഈ ഒരു പാട്ട് സമർപ്പിക്കുന്നു. ചന്ദ്രകലാധരാ ചന്ദ്രകലാധരാ നിൻ മുന്നിൽ ശ്രാവണ ചന്ദ്രികയായി ഞാൻ തൊഴുതുണർന്നു. ചന്ദ്രകലാധരാ നിൻ മുന്നിൽ ശ്രാവണ ചന്ദ്രികയായി ഞാൻ തൊഴുതുണർന്നു. ബന്ധുര കർപ്പൂര ഭസ്മരേണുക്കളായി, ബന്ധുര കർപ്പൂര ഭസ്മരേണുക്കളായി നിൻ തിരുവുടലിൽ ഞാൻ പടർന്നോട്ടേ, നിൻ തിരുവുടലിൽ ഞാൻ പടർന്നോട്ടേ, നിൻ തിരുവുടലിൽ ഞാൻ പടർന്നോട്ടേ. ചന്ദ്രകലാധരാ. അടിപൊളി. ശ്രീഷ്മകുട്ടിയുടെ ജഡ്ജ്മെന്റ് പറയണ മുമ്പ് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മധു പറഞ്ഞു ശ്വാസം മുകളിലേക്ക് എടുക്കുമെന്ന് പറഞ്ഞു. ആദ്യം ശ്വാസം വലിച്ചത് അദ്ദേഹമാണ്, ഭർത്താവാണ്. ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പല സമയത്തും ശ്രീഷ്മ ശ്വാസം വിട്ടു, അദ്ദേഹം ഇങ്ങനെ തന്നെ നിൽക്കാറ്. ഞാൻ പേടിച്ചു പോയി, ഈശ്വര. എനിവേ, ഇത്രയും ശ്വാസം പിടിക്കുന്ന ഒരു ഭർത്താവുള്ള ശ്രീഷ്മ ഭാഗ്യവതി. രസമായിട്ട് പാടി കേട്ടോ മോളെ, നല്ല രസമായിട്ട് പാടി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ആശേജി.
അല്ല ശ്രീഷ്മ, ഈ ഒരു സമയത്ത് ചോദിക്കാൻ പാടുണ്ടോ എന്ന് അറിയില്ല, എന്നാലും ഒരു കാര്യം ചോദിക്കട്ടെ. പരിചയമില്ലാത്ത ഒരാൾ കാണുന്നുണ്ടല്ലോ, ആരാ? അത് പ്രവീണ ചേച്ചിന്റെ ഹസ്ബൻഡിന്റെ. പ്രവീണ ചേച്ചിയാണ്. ഓക്കെ, ബാക്കി പറഞ്ഞോളൂ. ആള് നല്ല സിംഗറാണ്. ചേച്ചി നമസ്കാരം. ചേച്ചിനെ ഇവിടെ വിളിച്ചതാ, പാട്ട് പാടാൻ 5th സീസണിൽ വിളിച്ചതാ, പക്ഷെ ആൾക്ക് വരാൻ പറ്റിയില്ല. ഓഹോ, മിസ്സാക്കി കളഞ്ഞു അല്ലേ? പിന്നെ അടുത്ത സീസണിൽ വരുമോ? ഞാൻ സ്കൂളിലെ മാത്സ് ടീച്ചറാണ്, ഹയർ സെക്കൻഡറി. മാത്സ് ടീച്ചറാണ്? ഓക്കെ, ഏത് സ്കൂളിലാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ഒക്കെ. ഓക്കെ. അപ്പൊ ഇതിനു മുൻപ് ഗവൺമെന്റ് ഗേൾസ് പെരുമ്പാവൂരായിരുന്നു. അപ്പൊ അവിടെ വാലുവേഷന്റെ പെരുമ്പാവൂർ നിൽക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഗേൾസ് സ്കൂളായിരുന്നു അല്ലേ? അപ്പൊ അവിടെ വാലുവേഷൻ ക്യാമ്പ് നടക്കുന്ന സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവിടെ ക്യാമ്പ് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. സാരില്ല, ജോലിക്ക് വേണ്ടി അല്ലേ ഒരു അവസരം നമുക്ക് നഷ്ടപ്പെട്ടു. എന്നാലും സാരില്ല, ഇനിയും അവസരങ്ങൾ വരും. ഇപ്പതാ ഈ വേദിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിയ സ്ഥിതിക്ക് ഒരു 4 വരി പാടിക്കാതെ വിടുന്നത് ശരിയല്ല. പക്ഷെ അതിന് മുമ്പ് നമ്മുടെ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ജഡ്ജ്മെന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ തിരിച്ചു വരാം. ഓക്കെ, ഓക്കെ. കനിക. ഹായ് ശ്രീഷ്മ. ഹായ്. നല്ല പാടുന്നീങ്ക. താങ്ക് യു. വളരെ എൻജോയ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. പിച്ച്, ബ്രീത്ത് எல்லாமே ஐ என்ஜாய்ட் இட். ரொம்ப സ്വീറ്റാണ് ഒരു ഫേസ്, സ്വീറ്റാണ് ഒരു വോയിസ്. എനിക്ക് തോന്നുന്നു ഇത് വളരെ ഡിഫിക്കൽട്ടാണ് സോങ് ആണെന്ന് എനിക്ക് തോന്നിയത്. ഐ തിങ്ക് യു ഹാൻഡിൽഡ് ഇറ്റ് വെരി വെൽ. ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എനിക്ക് പ്രവീണ ചേച്ചിയുടെ ശബ്ദം കേൾക്കണം. പ്രവീണ ചേച്ചി എന്ന് വിളിക്കണോ, ടീച്ചർ എന്ന് വിളിക്കണോ? പ്ലീസ് വെൽക്കം പ്രവീണ. പ്രവീണ അല്ലെ? ഹസ്ബൻഡിന്റെ പേരെന്താണ്? ഹസ്ബൻഡിന്റെ പേര് ദീപു. ഓക്കെ, അദ്ദേഹം എന്താ ചെയ്യുന്നത്? HR മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ശരി, അപ്പൊ എന്തായാലും ഒരു 4 വരി ഞങ്ങൾക്ക് വേണ്ടി. ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ തെന്നലറിയാതെ അണ്ണാര കണ്ണടറിയാതെ കരയണ കാണാപ്പൂവിന്റെ കണ്ണീരുപ്പാമോ ഊഞ്ഞാലാട്ടിയുറക്കാമോ ചീരപ്പൂവുകൾ കുമ്മ കൊടുക്കണ നീലക്കുരുവികളെ. പ്രവീണ നന്നായിട്ടുണ്ട്. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. അപ്പൊ ശ്രീഷ്മ, റിസൾട്ട് അറിയേണ്ട ആവശ്യമില്ലല്ലോ, കാരണം നമ്മൾ സേഫ് ആണ്. ഈ ഒരു വീക്ക് നമുക്ക് ഗോൾഡൻ ചൈൽഡ് സേഫ് ആക്കാൻ നമ്മുടെ കൂടെ നിലനിർത്താൻ സാധിച്ചില്ല. പക്ഷെ സാരില്ല, നമുക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഫ്രീ സോണിൽ നിൽക്കണം, ഫ്രീ സോൺ. അതെ, സേഫ് ആയിട്ടുണ്ട്. അതെ, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമുക്ക് ഇന്ന് നമ്മുടെ കൂടെ ഭാഗ്യദേവത ഉള്ളതാണല്ലോ. അതെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കനിഹ ആക്ട്രസ് ആണ്, പാട്ട് പാടിയിട്ടുണ്ട്, ഒപ്പം ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ്. പല ഹിറ്റ് സിനിമകളിലും നായികമാർക്ക് വേണ്ടി ശബ്ദം കൊടുത്തിട്ടുള്ളത് കനിഹയാണ്. അപ്പൊ നമുക്കൊരു സ്പോട്ട് ഡബ്ബിംഗ് കണ്ടാലോ? നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നു. കനിഹ, നമുക്ക് ഒരു സിനിമയിലെ ഒരു രംഗം നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. ശിവാജി. ஓகே, அப்போ வீடியோ ப்ளீஸ். இப்போ என் நிலைமை கொஞ்சம் சரியில்லை, கல்யாணத்தை கொஞ்சம் தள்ளி வச்சுக்கலாம், அது சொல்லிட்டு போலாம் தான் வந்தேன். சரிங்க மாப்பிள்ள, நீங்க எப்போ சொல்றீங்களோ அப்ப கல்யாணத்தை வச்சுக்குவோம். இல்லப்பா, இனி எப்பவும் இந்த கல்யாணம் நடக்காது. என்ன சொல்ற தமிழ்செல்வி? நான் அப்பவே சொன்னேன் வேண்டாம்னு. நீங்க தான் பேசி பேசி என்ன சம்மதிக்க வச்சிங்க. நிச்சயம் பண்ணதுக்கு என்னாச்சு பாருங்க. கல்யாணம் பண்ணிக்கிட்டு ஜோசியர் சொன்ன மாதிரி உங்களுக்கு ஏதாவது ஒன்று ஆயிடுச்சுன்னா நீ இல்லாததையெல்லாம் கற்பனை பண்ணிக்கிற. எது கற்பனை? முடிகிற நிலைமையில இருக்கிற கட்டிடம் இப்போ இடிஞ்சு விழ போகுது. கோடீஸ்வரனா இருந்த நீங்க இப்போ சீக்கிரம் நடுத்தருக்கு வர போறீங்க. இட்ஸ் a coincidence, damn it. இல்லைங்க, இந்த ஜென்மத்துல நமக்கு கல்யாணம் நடக்காது. போயிருங்க, இனிமே என்ன தேடி வராதீங்க. கண்ணிலெல்லாம் தண்ணி வந்துச்சு, அந்த இமோஷன் அப்படியே வந்துச்சு. വിങ്ങലുണ്ടല്ലോ. ரொம்ப പ്രമാദം. അന്യൻ എന്ന മൂവിയിലെ ഒരു സീൻ കൂടി ഞങ്ങൾക്ക് കാണുന്ന ആഗ്രഹം അല്ല ആശ ചേച്ചി? പിന്നെ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്തു. ഓക്കെ, അപ്പൊ വീഡിയോ പ്ലേ ചെയ്യട്ടെ? ഓക്കെ, വീഡിയോ പ്ലീസ്. அது என்ன லவ் லெட்டரா? அதை பார்த்து எனக்கு ஒன்றும் ஃபீல் ஆகல. ஏன் நந்தினி, நான் பார்க்க நன்னா இல்லையா, படிக்கலையா, சம்பாதிக்கலையா, என்கிட்ட அப்படி என்ன?
അടിപൊളി. ഗോൾഡൻ ബാസർ. താങ്ക് യു സോ മച്ച്. വേറെ ഏതാ മൂവീസ്? സച്ചിൻ ചെയ്തു. ആക്ച്വലി ആദ്യത്തെ വിളി വന്നപ്പോ ശങ്കർ സാർ ഓഫീസിലായിരുന്നു. ഞാൻ ഭയങ്കര ആകാശത്തേക്കും ഭൂമിക്കും കുറിച്ച് ആ ശങ്കർ സാർ പടത്തിൽ നിന്ന് വിളി വന്നെന്ന്. പക്ഷെ അത് അന്യന്റെ ഡബിങ് ആയിരുന്നു. ശങ്കർ സാർ ഞാൻ ചെയ്ത എതിരീന്ന് ഒരു പടം മാധവനോട്, അതിലൊരു ബ്രാഹ്മൺ ക്യാരക്ടർ ആയിരുന്നത്. അത് കണ്ടിട്ട് സദാന് വേണ്ടി ഒരു വോയിസ് ടെസ്റ്റിന് വേണ്ടി വരുമോന്ന് ചോദിക്കാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് പോയി. നിറയെ ആൾക്കാർ പറഞ്ഞു വേണ്ട, ഒരു ആർട്ടിസ്റ്റിന്റെ രീതിയിൽ വേറെ ഒരാൾക്ക് ശബ്ദം തന്നാൽ നിന്റെ ഐഡന്റിറ്റി പോയി കളിയും. ബട്ട് എന്നെ പൊറുത്ത വரைக்கும் ഓപ്പർച്യൂണിറ്റി ഇസ് എൻ ഓപ്പർച്യൂണിറ്റി. അങ്ങനെ ചെയ്യാൻ തുടങ്ങി. പിന്നെ വീണ്ടും ശങ്കർ സാർ ഈ ശിവാജിനെ വിളിച്ചു. അതുപോലെ തന്നെ സച്ചിൻ ചെയ്തു. സോ അതാ ഞാൻ അപ്പോഴാണ് അറിഞ്ഞത് ദിസ് ഇസ് എ ബ്യൂട്ടിഫുൾ ആർട്ട്. തീർച്ചയായിട്ടും. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് അടുത്ത മത്സരാർത്ഥി ഇവിടെ പെർഫോം ചെയ്യാൻ വരുന്നത്. ലെറ്റ്സ് വെൽക്കം നിഖില. ഓൾഡ് ഈസ് ഗോൾഡിൽ എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ. എല്ലാരും ഏകദേശം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ah
തത്തമാ ആളിമാരൊത്തുകൂടി ആമ്പൽ പൂക്കടവിങ്ക ആയില്യ പൂനിലാവിൽ കുളിക്കാൻ പോയി പുലയനാർ മണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമാ. अरे वाह शाबाश शाबाश. താങ്ക് യു സർ. സൂപ്പർ നിഖില, സൂപ്പർ. ഓൾഡ് ഈസ് ഗോൾഡ് എന്ന റൗണ്ടിലൂടെ നിഖില നേടിയിരിക്കുന്നു ഗോൾഡൻ ബസാർ. എനിക്ക് ഇഷ്ടപ്പെട്ടത് നിഖിലയുടെ ആ ഒരു വോയിസ് ടെക്സ്ചർ ഉണ്ടല്ലോ, അത് ത്രൂ ഔട്ട് ദ സോങ് എനിക്ക് കോരിത്തരിച്ചു എന്ന് പറയാം. അത്ര ഭംഗിയായിട്ട് പാടി. ഒരു റെക്കോർഡറിൽ പാട്ട് വരുന്ന പോലെ ഉണ്ടായിരുന്നു. നിൻപദങ്ങളിൽ നൃത്തമാടിടും എൻ്റെ സ്വപ്നജാലം, അതുപോലത്തെ ഒരു സാരിയൊക്കെ ഉടുത്ത് വന്ന പോലെ ഉണ്ട് അല്ലെ. അതുകൊണ്ട് നിഖില ഗംഭീരം, വേറെ ഒന്നും പറയാനില്ല. സൂപ്പർ. മത്സേട്ടാ ഉഗ്രനായിട്ട് പാടി, വളരെ 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 ഇഷ്ടപ്പെട്ടു. അപ്പൊ എന്തായാലും ഇത്രയും മനോഹരമായി പാടി സ്ഥിതിക്ക് ഹരഹര പ്രിയല് ഗാനം ആലപിക്കാം. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ പ്രണയമധുരം അവൾക്കായി പകർന്നു വരുമോ കൊഞ്ചം കിളിത്തെന്നലേ നെഞ്ചിൻ കിളി കൊഞ്ചലെ മെല്ലെയൊന്നു ചെന്നു പറയാമോ ആദി വിടരും കിനാവിൻ പരിഭവങ്ങൾ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ അർദ്ധനിമീലിത മിഴികളിലൂറും അശ്രുബിന്ദുവൻ സ്വപ്നബിന്ദുവോ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. സ്വയംവര ചന്ദ്രികയല്ലേ, അപ്പൊ സ്വയംവരം കഴിഞ്ഞ ഒരാളുണ്ട്, ഒരു ഉത്തര, ആശ ചേച്ചിയുടെ ഉത്തര ഞാൻ വല്ലാതെ ഓർക്കുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചന കസവുള്ള പൂഞ്ചേലയൊടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു കാഞ്ചന കസവുള്ള പൂഞ്ചേലയൊടുത്തവൾ നെഞ്ചെയും അമ്പുമായി വന്നിരുന്നു ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു ഞാൻ പോയിരുന്നു. കനിക ആ ഗോൾഡൻ ബസർ അടിക്കാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം കയ്യടിയിൽ തീർത്തു അല്ലേ? എന്ത് പറയണം, വളരെ വളരെ ഗംഭീരമായ ഒരു പെർഫോമൻസ് ആയിരുന്നു. സോ ரொம்ப ബ്യൂട്ടിഫുള്ളാக எனக்கு ஃப்ளாலெஸ்ஸாയി തോന്നിയ ഒരു പെർഫോമൻസ് ആയിരുന്നു.
വളരെ വളരെ എൻജോയ് ചെയ്തു. ബ്യൂട്ടിഫുൾ. ആൻഡ് ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് നിഖിലയുടെ മോളാണെന്ന്. സോ അവർക്കും ഒരു പെരിയ കൈയടി, ഇതുപോലെ സപ്പോർട്ട് തരുന്ന ഒരു ഫാമിലിക്ക്. സോ ഓൾ ദി ബെസ്റ്റ് നിഖില, യു ഹാവ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ. ഗംഭീരമായിട്ട് പാടി മോളെ. ഭയങ്കര ഇഷ്ടമാണ് മോളുടെ വോയിസ്. ഭയങ്കര ക്ലിയർ ക്ലാരിറ്റി ഉള്ള വോയിസ് ആണ്. രസമായിട്ട് പാടി. ഭയങ്കര സന്തോഷം. പ്രൗഡ് ഓഫ് യു മൈ ഡാർലിംഗ്. ഓൾ ദി ബെസ്റ്റ് നീല. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നവരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. നമുക്ക് ആ ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നറിയാം. ഇതുവരെ ഇരുന്നിട്ടില്ലല്ലോ. ഇല്ല. എന്തായാലും നമ്മുടെ കൂടെ ഭാഗ്യദേവതയുണ്ട്. അപ്പൊ ഭാഗ്യം കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മളുടെ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ജഡ്ജസ്, നിങ്ങൾക്ക് ഏത് റൗണ്ട് വേണം? ഓൾഡ് ഈസ് ഗോൾഡ് വേണോ അതോ നമ്മുടെ ജഡ്ജസ് ചോയ്സ് വേണോ? നിങ്ങളുടെ ചോയ്സ് നിങ്ങളുടെ ചോയ്സ് ആവാം. നിങ്ങൾക്കൊരു ചോയ്സ് കൊടുക്കണം നമ്മുടെ മത്സരത്തിൽ അല്ലേ? എന്നാ പിന്നെ ജഡ്ജസ് ചോയ്സിൽ തന്നെ അടുത്ത മത്സരാർത്ഥി മത്സരിക്കാൻ വരട്ടെ. ലെറ്റ്സ് വെൽക്കം ശ്രീകുട്ടി. ഈ ആഴ്ചയിൽ ഞാൻ ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. കുറച്ച് പാട്ടുകളൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അതിനകത്തു നിന്ന് എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ കിട്ടാൻ നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ശ്രീകുട്ടി, എന്തോ ജഡ്ജസ് ചോയ്സിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ജഡ്ജസിന്റെ ചോയ്സ് നമുക്ക് പണിയാകുമോ പാരയാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം അല്ലേ? ഇപ്പൊ ഞങ്ങളിപ്പോ 3 പാട്ടുകൾ തന്നിട്ടുണ്ട്. അതിൽ ശ്രീകുട്ടിക്ക് ഏത് പാടാനാണ് താല്പര്യം? കാതിൽ തേന്മഴയായി. അതാണ് പാടാൻ താല്പര്യം. ഇഷ്ടമാണ്. ഇപ്പൊ ബോക്സ് വരും. ബോക്സിന് ശ്രീകുട്ടി തന്നെ നമ്പർ സെലക്ട് ചെയ്തു. ഞങ്ങളായിട്ടൊന്നും പറയണമില്ല, ഒന്നുമില്ല. ബോക്സ് വരട്ടെ. ബോക്സ് എത്തിയിരിക്കുകയാണ്. സെൻട്രലിൽ നിൽക്കുന്ന 2 ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാ പിന്നെ അത് തന്നെ എടുക്കാം. ശരി, അപ്പൊ രണ്ടാമത്തെ നമ്പർ ഓപ്പൺ ചെയ്യാം അല്ലേ? ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ നമ്പർ 2. ഇത് വല്ലാത്ത പണി. അപ്പൊ എന്തായാലും ഒരു ചെറിയ പണിയുണ്ട്. ആ പണി കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാട്ട് പാടാം. പണി വരട്ടെ. ഇത് വല്ലാത്ത പണി. ഭർത്താവിൽ ഇഷ്ടപ്പെടാത്ത 5 കാര്യങ്ങൾ. വളരെ സിമ്പിൾ. കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകണ്ടേ എനിക്ക്? അത് പൊക്കോളൂ. ചിരിച്ചിരിക്കുന്ന പ്രശാന്തിന്റെ മുഖം ഇപ്പൊ വാടും. 5 എണ്ണം പറയണോ? 5 എണ്ണം മതി. കൂടുതൽ പുറത്തു പോയിട്ട് സമയത്തിന് വീട്ടിൽ വരാത്തത് അത് തൃപ്പൂണിത്തുറ ഭാഗത്ത് അല്ലല്ല. ശ്രീകുട്ടി, ഈ ഇടയ്ക്കിടയ്ക്ക് സോളോ ട്രിപ്പ് വേണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എന്നെയും കൂടി കൊണ്ട് സോളോ ട്രിപ്പ് പറഞ്ഞു. അപ്പൊ സോളോ ട്രിപ്പ് പോകണമെന്ന് പറയുന്നു. ഇതൊരു അവസരമാണ്. മാക്സിമം മുതലെടുത്തോ. പറയാനുള്ളതൊക്കെ ഇങ്ങനെ ഒരു വേദിയിൽ നമുക്ക് പറയാൻ പറ്റും. അടുത്തത് അമ്മ എന്റെ അടുത്ത് പറയുന്നു. അമ്മയ്ക്കാണെങ്കിൽ ഒരു ലോഡ് പ്രശ്നങ്ങള് പറയാനുണ്ട് അല്ലേ? പെട്ടെന്ന് ദേഷ്യം വരും. പെട്ടെന്ന് അതുപോലെ തണുക്കുകയും ചെയ്യും. ദേഷ്യം പെട്ടെന്ന് വരത്തില്ല, പക്ഷെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയണെന്ന് അറിയില്ല. ശ്രീകുട്ടിയുടെ അഭിപ്രായങ്ങളോട് യോജിക്കുന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് കൈപോക്കാം കേട്ടോ. യോജിക്കുന്നു. മൂന്നാമത്തെ ഞങ്ങൾ രണ്ടുപേരും കൂടി ആലോചിച്ചൊരു ഡിസിഷൻ എടുക്കും. എടുത്തിട്ട് പിന്നെ അത് മാറ്റം എന്നോട് പറയാതെ. യോജിക്കുന്നുണ്ടോ? അമ്മ കൈ ഒഴിഞ്ഞു. 4ാമത്തെ ചേട്ടൻ നന്നായിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന ആളാണ്. അപ്പൊ ഞങ്ങളുടെ ടേസ്റ്റ് രണ്ടും ഡിഫറെന്റ് ആണ്. എങ്ങനെയുള്ള ഫുഡാണ് പ്രശാന്തിന് ഇഷ്ടം? പ്രശാന്റിന്റെ നാടൻ ഭക്ഷണങ്ങളാണ് ഇഷ്ടം. ഫാസ്റ്റ് ഫുഡ് ഒന്നും ഇഷ്ടമല്ല പ്രശാന്തിന്. എനിക്കത് ഇഷ്ടം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ക്ലാഷസ് വരും, അത്രേ ഉള്ളൂ. പക്ഷെ ആ ക്ലാഷ് ഒരു ക്ലേശമല്ല, കാരണം അത് നല്ലതിനാണല്ലോ. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് അത്ര വലിയ നല്ല കാര്യമില്ല. ഒരെണ്ണം കൂടി. ഹലോ, തിരിച്ച് വീട്ടിൽ പോണ കുട്ടിക്ക് കേട്ടോ. പിന്നെ പ്രാക്ടീസ് ചെയ്യാനിരുന്നു കഴിഞ്ഞാൽ പോയി ശല്യം ചെയ്യുന്ന ഇഷ്ടമല്ല. അത് ശല്യം ചെയ്യണത് ആരാ? ചെയ്യാമോ? ആ ശല്യം എന്നുള്ള വാക്കന്നെ ശരിയല്ലല്ലോ. അല്ല, നമ്മൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ ദേഷ്യപ്പെടും. അല്ല, ചില സമയത്ത് ഈ ഫാമിലി മാറ്റർക്ക് വേണ്ടിട്ട് സമയം കണ്ടെത്തണം. ഹലോ, സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചവരാണ് ഞങ്ങൾ 4 പേര് ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഞാൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുകയാണ്. അമ്മന്റെ അമ്മയെ ചുമ്മാ കുടുംബം കലക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ. ഇവരൊരു നല്ല കുടുംബമാണ്. അതെ. അപ്പൊ എന്തായാലും പ്രശാന്ത് ഏട്ടാ ഓക്കെ ആണല്ലോ? ഇതുവരെ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ഒതുങ്ങി പോവല്ലോ അല്ലേ? അതെ എന്തോ മോനെ വെച്ച് സംസാരിക്കുന്ന ചുമയൊക്കെ വരുന്നുണ്ടല്ലോ പ്രശാന്ത്. പറഞ്ഞെല്ലാം ശരിയാണല്ലേ? കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെയാണ് കയ്യടി കൊടുക്കേണ്ടത്. സമ്മതിച്ചു തന്നില്ലേ? അപ്പൊ ശ്രീകുട്ടിക്ക് എല്ലാവിധ ധൈര്യവും തിരിച്ചു പോയി. അപ്പൊ ഇനി കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? അതെ, നമുക്ക് പണി മാത്രമേ ആയുള്ളൂ. ഇനി ഒരു ബോക്സും കൂടി സെലക്ട് ചെയ്യണം. നമുക്കിനി ടാസ്ക് ആണോ അതോ പാട്ടാണോ എന്നൊക്കെ അറിയണം. അപ്പൊ അടുത്ത നമ്പർ സെലക്ട് ചെയ്താലോ? നമ്പർ 1.
വിചാരിച്ച പാട്ട് തന്നെ കിട്ടിയല്ലോ. കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഗോൾഡൻ ചെയർ. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
വെരി ഗുഡ് വെരി ഗുഡ് സൂപ്പർ സൂപ്പർ. ശ്രീകുട്ടി, അങ്ങനെ ജഡ്ജസ് ചോയ്സ് എന്ന് പറഞ്ഞ റൗണ്ടിലെ പെർഫോമൻസ് ആണ് കഴിഞ്ഞത്. നന്നായി പാടാൻ പറ്റുമോ? കുഴപ്പമില്ലായിരുന്നു, കുറച്ച് ഡ്രൈ ആയിപ്പോയി പാടി തുടങ്ങിയപ്പോഴേക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി, കാതിൽ തേൻ മഴയായിരുന്നു. ആഹാ, അസലായി പാടി. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. വളരെ വളരെ അനായാസമായിട്ട് പാടി പോകുന്നുണ്ടായിരുന്നു. പല പല സംഗതികളും ഭംഗിയായിട്ട് പാടി ശ്രീകുട്ടി. ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കുറച്ചുകൂടി ലോവർ രജിസ്റ്റേഴ്സ്, താഴത്തെ ബേസ് പാടുമ്പോൾ ഒന്നുകൂടി അതൊന്ന് ഡെവലപ്പ് ചെയ്തെടുക്കണം. സമയമെടുക്കും എന്നറിയാം, പക്ഷെ എന്നാലും അത് മാത്രമേ ഉള്ളൂ ഒരു പോരായ്മ എന്ന് പറയാൻ. ഇടയിൽ മാത്രം ഒരു സ്ഥലത്തുനിന്ന് ശ്വാസം പോയി അല്ലേ കാതിൽ എൻഡ് വന്നപ്പോൾ. എന്നതല്ലാതെ മനോഹരമായി പാടി. താങ്ക് യു മഞ്ജരി. മഞ്ജുചേട്ടാ, നന്നായിരുന്നു, ഉഗ്രൻ സെലക്ഷൻ. വളരെ നന്നായി പാടാനും സാധിച്ചു ശ്രീകുട്ടിക്ക്. മഞ്ജരി പറഞ്ഞ പോലെ കാതിൽ തേൻമഴയായി മധുരമായി പാടും ശ്രീകുട്ടി പ്രശാന്ത്. അപ്പോ എനിക്ക് തോന്നിയത് അനുപല്ലവിയില് ഒഴുകുന്ന താഴമ്പൂ മണമത് നാം ഇന്നും രണ്ടാമത്തെ തവണ എന്തൊക്കെയോ പ്രശ്നങ്ങൾ പറ്റിയെന്ന് ശ്രീകുട്ടി തന്നെ പറഞ്ഞില്ലേ? എന്തൊക്കെയാണ് അതൊന്ന് കേൾക്കട്ടെ. ഒരുക്കൊന്ന് കൂടുന്നതാ എൻഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല, എൻഡിങ് കട്ടായി. അതെ, എന്നാലും അത് ഭംഗിയുണ്ടായിരുന്നു കേൾക്കാൻ. ഒരു വീട്ടമ്മ എന്നുള്ള നിലയിൽ നോക്കുകയാണെങ്കിൽ അസലായിട്ട് പാടി. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു മഞ്ജുചേട്ടാ. കനിക, വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളുടെ പെർഫോമൻസ്. എനിക്ക് നല്ല പാട്ട്, നല്ല ഒരു കംപ്ലീറ്റ് ആണ് ഒരു പെർഫോമൻസ്. വെരി വെരി സ്വീറ്റ് വോയിസ്. ഐ ലവ് ഇറ്റ്. ഐ ലവ് ഇറ്റ്. ആശേച്ചി, കനഹയോട് ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ ശ്രീകുട്ടിക്ക് ഒരു കുഞ്ഞു കുട്ടിയുണ്ട് കേട്ടോ. ഉറങ്ങിപ്പോയോ? ഉറക്കത്തിലാണ്. അല്ല, അമ്മയുടെ പാട്ട് കേട്ട് ഇങ്ങനെ സുഖിച്ച് ഉറങ്ങുന്ന വാവ. ശരിക്കും പാട്ട് തുടങ്ങുമ്പോൾ കണ്ണൊക്കെ തുറന്നിരിക്കുകയായിരുന്നു. പതുക്കെ 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 ഉറങ്ങിപ്പോയി. ശ്രീകുട്ടി നല്ല രസമായിട്ട് പാടി, ഗംഭീരമായിട്ട് പാടി കേട്ടോ ശ്രീകുട്ടി. ഓൾ ദി ബെസ്റ്റ്. അപ്പൊ ഞാൻ ഇനി അധികം ടെൻഷൻ അടിപ്പിക്കണോ? വേണ്ട. അപ്പൊ എന്തായിരിക്കും റിസൾട്ട്? സേഫ് ആവണം എന്നാണ് ആഗ്രഹം. ഇതങ്ങ് കേൾക്കുമ്പോൾ ആഗ്രഹം, പക്ഷെ എന്താണെങ്കിലും ഓക്കെ, അങ്ങനെയാണോ? അല്ല, എനിക്ക് സേഫ് ആവണം. സേഫ് ആണോ? ആകും. ആണ്. സേഫ് ആണ്. അപ്പൊ ശ്രീകുട്ടി, എന്തായാലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ കാരണമാണ് നമുക്ക് ആ ഗോൾഡൻ മെസ്റ്റർ നേടാൻ സാധിക്കാഞ്ഞത്. അടുത്ത വീക്കിൽ നമ്മൾ അത് ശ്രീകുട്ടിയോട് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ വേദിയിൽ നിന്നും പോകരുത്. ഇനിയും ശ്രീകുട്ടിയുടെ പാട്ട് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. अभी ना जाओ छोड़कर ये दिल अभी भरा नहीं कभी अलविदा अभी ना जाओ छोड़कर ये दिल अभी भरा नहीं अभी ना जाओ छोड़कर ये दिल अभी भरा नहीं अभी ना जाओ छोड़कर भरा नहीं. ശ്രീകുട്ടി, പാടിയതിന്റെ അർത്ഥം മനസ്സിലായോ? എന്നെ വിട്ടിപ്പോ പോകരുത്, എന്റെ ഹൃദയം നിറഞ്ഞിട്ടില്ല. അപ്പൊ ഒരു പാട്ടും കൂടി പാടി കൊടുക്കുന്നുണ്ടോ? അടുത്ത റൗണ്ടിൽ കാതിൽ തേൻമഴയായി. അതെ, ഇനി അടുത്ത പാട്ട് കൊണ്ട് വരട്ടെ. അടുത്ത റൗണ്ടിൽ ഞെട്ടിക്കണം. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. കനിഹയോട് ഞാൻ പറയാൻ ആഗ്രഹിച്ചാണ്, പഴശ്ശിരാജ സാധാരണ പടങ്ങളൊക്കെ 1 മാസം 2 മാസത്തിൽ തീരുന്നത്. അപ്പൊ ഇത് കുറെ ഡിലേ സമയമെടുത്ത് ചെയ്തൊരു സമയം പറഞ്ഞ 2 years ആയിരുന്നു തുടക്കം അപ് ടു ദി എൻഡ്. അതിനിടയിൽ ഒരു കല്യാണം കഴിഞ്ഞു. ഞാൻ ഹരിഹരൻ സാറിനോട് ഇൻവിറ്റേഷൻ കൊടുക്കാൻ പോയപ്പോൾ ഹരിഹരൻ സാർ പറഞ്ഞു, കല്യാണമാ, പടമേ മുടിയില്ലേമ്മ. കുഴന്തയെല്ലാം ഇപ്പൊ ഇല്ല. ഐ സാർ ഇല്ല സാർ, ഇല്ല സാർ. സോ അങ്ങനെ പകുതി കഴിഞ്ഞിട്ട് കല്യാണം ഐ ഫിനിഷ്ഡ്. US പോയി വീണ്ടും വന്ന് കംപ്ലീറ്റ് ചെയ്ത പടമാണ് പഴശ്ശിരാജ. കുറേ എക്സ്പീരിയൻസസ്. അതുപോലെ വേറൊരു പടം, ഇഷ്ടമുള്ളൊരു പടം എല്ലാവർക്കും, ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ സംഗീതത്തിലൂടെ ഒരു ഗിഫ്റ്റ് തരുന്നതായിരിക്കും. അതായത് മധുമഞ്ജരി കനിഹയ്ക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ആശയേച്ചി എന്താ കൊടുക്കാൻ പോകുന്നത്? ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ. എന്നാ ഞാനും ആശയേച്ചി ആ ടീം, നിങ്ങൾ രണ്ടുപേരും പാട്ട്. ഒരു ടീം പാട്ട് പാടി ഗിഫ്റ്റ് തരാൻ പോവാണ്.
ഞാനും ആശയിച്ച് അടങ്ങുന്ന ടീം. എങ്ങനെയായിരുന്നു നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്? കെട്ടിപ്പിടിച്ചു. ഓക്കെ, അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ആ ടീം. അല്ലല്ല, ഞാൻ ഉമ്മ കൊടുത്തോളാം, നീ സൈഡിൽ നിന്നാ മതി. മതിയോ? അത് മതിയോ? ഓക്കെ, അപ്പൊ ടീമിൽ വേണ്ട, വേണ്ട, സൈഡിൽ നിന്നോ ചേച്ചിയുടെ അടുത്ത് നിന്നോളൂ. അവർ രണ്ടുപേരും അവിടെ നിന്ന് പാട്ട് പാടാണല്ലോ. അപ്പോ ആശ ചേച്ചിയും കനിയും ഈ വേദിയിലുണ്ടെങ്കിൽ ഈ വേദി തന്നെയാവും. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അന്ന നടയിലും നാണം, നിലയിലും നാണം, ഇതടിമുടിയൊരു നാണം. പനി നീരാവിൻ പൂമഴ അനുരാഗലോലയായിനി ഇരുഹൃദയം നിറയും നിമിഷം. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മിഴികളിൽ നാണം, മൊഴികളിൽ നാണം, ഇതാകവേ നാണം. അന്ന നടയിലും നാണം, നിലയിലും നാണം, ഇതടിമുടിയൊരു നാണം. പനി നീലാവിൻ പൂമഴ അനുരാഗലോലയാനിനി ഇരുഹൃദയം നിറയും നിമിഷം. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. മോഹം കൊണ്ടാൽ ഇന്നേതു പെണ്ണും പൂച്ചയെ പോലെ പതിയെ പതിയെ അത് പാൽ പാത്രം കുടിച്ചു വറ്റിക്കും. അങ്ങനെ ഒരു ടീമിന്റെ സമ്മാനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് ടീമിനുള്ള അല്ല കൊടുത്തോളൂ. നമ്മള് എനിക്ക് വേണ്ടി ആശയിച്ച് കെട്ടിപ്പിടിച്ചോളൂ. എനിക്കറിയാം അവസാനം അതേ സംഭവിക്കുള്ളൂ എന്ന്. ഡെയിനിനെ കെട്ടിപ്പിടിക്കാനായിട്ട് ഒരാൾ ഉണ്ടാവട്ടെ. ഉടനെ ഉണ്ടാവും. ഉടനെ ഉണ്ടാവട്ടെ. ഉടനെ തന്നെ ഉണ്ടായല്ലോ. എന്റെ ഒരു കാര്യം ഹഗ്ഗില്ലാത്ത നമ്മുടെ ഡിഡിക്ക് ഉഗ്രമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. അത്ര ലൈവ്ലി ആയിട്ട് നല്ല ഇലക്ട്രിഫൈങ് പെർഫോമൻസ് ആയിട്ട്. സോ ഐ റിയലി എൻജോയിങ് നിങ്ങളുടെ. പിന്നെ ഹഗ് കൊടുക്കാതെ എങ്ങനെയായിരിക്കും? താങ്ക് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ആ ഗിഫ്റ്റ് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്ക് ടു സീറ്റിലോട്ട് പോകാം അല്ലേ? ഓക്കെ, താങ്ക് യു കനി. താങ്ക് യു ചേച്ചി. സ്പെഷ്യൽ താങ്ക്സ് വേണം ഇതിനൊക്കെ. ഇനി താങ്ക്സോട് താങ്ക്സ് ആയിരിക്കും ഇനി. എന്തിനല്ല അമ്മ, അല്ല അമ്മൂന്റെ അമ്മ അല്ലേ? അമ്മൂന്റെ അമ്മ, നല്ല അമ്മൂന്റെ അമ്മ. ഞാനല്ല മതിച്ചേട്ടെ. നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. ഇത് എന്റെ ശബ്ദം തന്നെയാണോ പുറത്തുനിന്ന്? അല്ല, മൈൻഡ് വോയിസ് അല്ല അത്.